Hello everyone, good morning and Assalamu alaikum. It's me, your maths teacher, Sibi Jalal. We have been studying the chapter coordinates. In the last class, we have solved some problems. Today also, we are going to moving with that chapter. All of you take the page number 133. Now, we are going to solve the problem about parallelogram. How about this parallelogram? This is the parallelogram. How about this parallelogram? Here are some measurements are given. 6 centimeter base and 4 centimeter one side and 60 degree is one angle. So we want to find out all the coordinates of 4 vertices. Okay. So ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ടുണ്ടാവും. സോ നമ്മൾ അതിനെ നെയിം ചെയ്ത് 4 വേർട്ടീസസ് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. എക്സ് ആക്സിസ് വൈ ആക്സിസിലാക്കി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വേർട്ടീസസ് ഈസ് ഇൻ ദ ഒറിജിനിലാണെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് 0 0. ഈ പോയിൻ്റ് ഒറിജിനിലാണ് അല്ലേ? അപ്പോൾ അതെന്തായി? 0 0. നമ്മളതിന് പേര് കൊടുക്കുക. ഓക്കെ, ഞാൻ വേറെ പിക്ചറിലൂടെ കാണിച്ചത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പാരലോഗ്രാം. ഞാൻ അതിനെ OABC എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഞാൻ അതിനെ OABC എന്ന് പേര് കൊടുത്തു. We want to find out the coordinates of ABC. We find the coordinate of O എന്ന് പറയുന്ന ഒറിജിൻ ആണ്. സോ ഇറ്റ് വിൽ ബി 0 0 അല്ലേ? 0 0 ആണ് അതിൻ്റെ കോർഡിനേറ്റ്സ്. ഇനി നമുക്ക് A കണ്ടുപിടിക്കണം, B കണ്ടുപിടിക്കണം, C. വാട്ട് വിൽ ബി ദ A ഈസ് ഓൺ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലാണ്. സോ ഇറ്റ് ഈസ് 6 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 6 സെൻറ്റിമീറ്റർ ആണ് ഈ OA എന്ന ഡിസ്റ്റൻസ് എന്ന് തന്നിട്ടുണ്ട്. സോ എക്സ് കോർഡിനേറ്റ് വിൽ ബി 6. ആൻഡ് വാട്ട് വിൽ ബി ദ വൈ കോർഡിനേറ്റ്? എക്സ് ആക്സിസിലുള്ള എല്ലാ വൈ കോർഡിനേറ്റ്സും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ A എന്ന് പറയുന്നത് എന്താണ്? 6 0 ആണ്. A ഈസ് ദ കോർഡിനേറ്റ് വിത്ത് 6 0. ഇനി നമുക്ക് ബിയും സിയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സി കണ്ടുപിടിക്കാം അല്ലേ? ഈ സൈഡ് 4 എന്നും ഇവിടെ ഒരു 60 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. സോ ഐ ജസ്റ്റ് ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം സി ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. സോ ഐ ഗെറ്റ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഹിയർ. ഞാൻ അതിന് ഡി എന്ന് പേര് കൊടുത്തു. എന്തെടുത്തു? ഡി എന്ന് പേര് കൊടുത്തു. സോ ഐ ഗെറ്റ് എ OCD എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി. ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. ദെൻ വാട്ട് വിൽ ബി ദിസ് ആംഗിൾ? ദിസ് വിൽ ബി 30 ഡിഗ്രി അല്ലേ? 30 60 90 ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിളുടെ പ്രത്യേക റേഷ്യോ എന്തായിരിക്കും? ദാറ്റ് ഈസ് 30:60:90 ഈസ് 1:√3:2. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസിൻ്റെ ഹാഫ് ആയിരിക്കും എന്ത്? ബേസ്. വാട്ട്? ഹൈപ്പോട്ടിന്യൂസിൻ്റെ ഹാഫ് ആയിരിക്കും ബേസ്. ഓൾട്ടിറ്റ്യൂഡ് ഈസ് ബേസ് ഇൻറ്റു √3 ആണ് ഓൾട്ടിറ്റ്യൂഡ്. അത് എപ്പോഴും പഠിച്ചു വയ്ക്കുക. കുറേ ക്വസ്റ്റ്യൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് 4 ആണെന്നറിയാം. 4ൻ്റെ ഹാഫ് ദാറ്റ് ഈസ് 2. അപ്പോൾ 2 ആണ് OD എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് 2. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എന്ത് വരും? ദാറ്റ് വിൽ ബി 2 ബേസ് ഇൻറ്റു √3. 2 ഇൻറ്റു √3. അപ്പോൾ OC എന്ന് പറയുന്ന ഒരു ഹൈറ്റ് എന്ത് കിട്ടി? 2√3. ഇനി ഇവിടെ സിൻ്റെ എക്സ് കോർഡിനേറ്റ് എവിടെ പോയിട്ടാണ് ടച്ച് ചെയ്തിരിക്കണേ? ഈ ഡിയിലാണ് അല്ലേ? അപ്പോൾ OD എത്രയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചു? 2 ആണെന്ന് കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് 2 സെൻറ്റിമീറ്റർ അപ്പാർട്ട് ഫ്രം ദ ഒറിജിൻ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ത് വരും? ദാറ്റ് വിൽ ബി 2. ഇനി വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുള്ള ഹൈറ്റ് ആണ് അല്ലേ? ഇവിടെ നിങ്ങോട് വരുന്ന പെർപെൻഡിക്കുലർ ഇത്രയും ദൂരത്തിനെയാണ് എന്ത് പറയുക? വൈ കോർഡിനേറ്റ് അല്ലേ? ആ വൈ കോർഡിനേറ്റ് തന്നെയല്ലേ ഇത്? CD ലെങ്ത് തന്നെയല്ലേ ഈ വൈ കോർഡിനേറ്റ്? ദാറ്റ് ഈസ് 2√3. 2 and 2√3 ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് C. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ബി ആണ്. ബി കണ്ടുപിടിക്കണം. അപ്പോൾ ബിയിൽ നിന്നും സെയിം ഒരു പെർപെൻഡിക്കുലർ വരച്ചു. പെർപെൻഡിക്കുലർ ടച്ച് ആവണത് ദാറ്റ് ഈസ് 8ലാണ് ടച്ച് ആവണം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ത് വന്നു? 8 എന്ന് വന്നു. ഇനി വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, ഇതാണ് വൈ കോർഡിനേറ്റ്സ്. ദാറ്റ് വിൽ 2√3 തന്നെയായിരിക്കും ഇവിടെയും അല്ലേ? 2√3. സോ വൈ കോർഡിനേറ്റ് വിൽ ബി 2√3 ബിക്കോസ് ഇറ്റ് ഈസ് എ പാരലോഗ്രാം. ശരിയല്ലേ? ഓക്കെ, ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ. 4 പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. സോ ദീസ് ആർ ദ 4 coordinates. O 0 0, A 6 0 and B 8 2√3, C
2, 2 root 3. Okay, you get me? Okay. Then we are going to solve the fourth question in 135. Page number 135 fourth question ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. The triangle shown below is equilateral. Find the coordinates of its vertices. അപ്പോൾ ഈ തന്നിരിക്കുന്ന ട്രയാങ്കിൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്ന് ഒറ്റ കണ്ടീഷൻ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വൺ സൈഡും തന്നിട്ടുണ്ട് അല്ലേ, ദാറ്റ് ഈസ് 4 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് കോർഡിനേറ്റ്സ്, ഈ മൂന്ന് വേർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ട്രൈ ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ ദിസ് ഇസ് ദ ഫിഗർ വിച്ച് ഹാവ് ഗിവൺ. ഈ ഫിഗറാണ് തന്നിരിക്കുന്നത്. ഞാൻ അതിന് പേര് കൊടുത്തു OAB എന്ന് നെയിം ചെയ്തു. സോ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് OA ആൻഡ് B. ഈ മൂന്ന് വേർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വൺ സൈഡ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് മൂന്ന് സൈഡും എന്തായിരിക്കും, 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. പിന്നെ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും എന്തായിരിക്കും, ദാറ്റ് വിൽ ബി 60 ഡിഗ്രി അല്ലേ. 3 ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ബിയിൽ നിന്നും സിയിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ബിയിൽ നിന്നും സിയിലോട്ട് ഐ ജസ്റ്റ് ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടിസസ് ടു ദ ബേസ്. ഇറ്റ് വിൽ ബൈസെക്ട്സ് ആൻഡ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് ആ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും, ബേസിനെ ബൈസെക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒറിജിൻ ആണ് അല്ലേ, ഈ O എന്ന് പറയുന്ന ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്, 0, 0. അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് കണ്ടുപിടിച്ചു A. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ A വിൽ ബി, വാട്ട് ഈസ് A എന്തായിരിക്കും, എക്സ് കോർഡിനേറ്റ് വിൽ ബി 4 സെൻറ്റിമീറ്റർ അപ്പാർട്ട് ഫ്രം ദ ഒറിജിൻ ആണെന്ന് നമുക്കറിയാം. സോ എക്സ് കോർഡിനേറ്റ് വിൽ ബി 4 ആൻഡ് വൈ കോർഡിനേറ്റ് എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് എന്തായിരിക്കും, 0. അപ്പോൾ A എന്ന് പറയണത് 4, 0 എന്നായിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് B ആണ് അല്ലേ. B ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ നേരത്തെ പോലെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് അറിയാം. ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി. കൺസിഡർ ദ ട്രയാങ്കിൾ OCB എന്നൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആംഗിൾ O എന്നത് 60യും C എന്നത് 90യുമാണ്. അപ്പോൾ ബാലൻസ് ആംഗിൾ എന്തായിരിക്കും, ഇവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും, 30. 180 - 60 + 90 എത്രയാണ്, that will be 30. So we get a right angle triangle with angles 60 and 30. 60 ഡിഗ്രിയും 30 ഡിഗ്രിയും ഉള്ള ആംഗിൾസ് കിട്ടി. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസിൻ്റെ ഹാഫ് ആയിരിക്കും എന്ത്, ബേസ്. ശരിയല്ലേ? അതെ. അപ്പോൾ 4 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് ആണ് എന്ത്, ബേസ്. ദാറ്റ് വിൽ ബി 2. OC വിൽ ബി 2. ഇനി ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു √3 ആണ്. 2 × √3. അപ്പോൾ സിയിൽ നിന്നും ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ത് കിട്ടി, √3. അതായത് Oയിൽ നിന്നും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് കറക്റ്റ്. ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടാണ് നമ്മളീ കാണിക്കുന്നത്. സോറി, ക്യാമറ ഓഫായി പോയതാ. അപ്പോൾ ഈ ബിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇത്രയും ദൂരമാണല്ലോ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് 2 √3. അപ്പോൾ ഈ ബി എക്സ് ആക്സിസിൽ എവിടെ ടച്ച് ആയിരിക്കുന്നത്, സിയിലാണ് അല്ലേ. അപ്പോൾ OC എന്ന ഡിസ്റ്റൻസ് നമുക്ക് എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്താണ്, എക്സ് കോർഡിനേറ്റ് 2 ആണ്. ഇനി ബി ഇവിടെ ടച്ച് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്, അതായത് ഇത്രയും ദൂരം തന്നെയാണ്, ഇത്രയും ദൂരം. ദാറ്റ് ഈസ് 2 √3. 2 and 2 √3 ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, O is the origin, so O is 0, 0, A is 4, 0 and B is 2, 2 √3 എന്ന 3 വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സും നമുക്ക് കിട്ടി. ഓക്കെ, മൂവിങ് ടു ദി നെക്സ്റ്റ് പ്രോബ്ലം. Fifth question. A large trapezium made up of 4 equal trapeziums. Find the coordinates of the vertices of all these trapeziums. Draw this picture in GeoGebra. അപ്പോൾ ഇതാണ് ആ ഫിഗർ എന്ന് വിചാരിക്കാം. ഇതാണ് 4 ട്രപ്പീസിയംസ് അസ്യൂം ചെയ്യാം. സോ എന്തൊക്കെയാണ് കണ്ടീഷൻ തന്നിരിക്കുന്നത്, ഈ 4 ട്രപ്പീസിയംസും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് എല്ലാം കണ്ടുപിടിക്കണം. ഓരോ ട്രപ്പീസിയത്തിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം നമ്മൾ. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ അതിനെ നെയിം ചെയ്തു. ഇവിടെ O എന്ന് കൊടുത്തു. ഒറിജിൻ ആയതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായും O എന്ന് കൊടുത്തു. PQRSTUVW അങ്ങനെ
ഇത്രയും നെയിം ചെയ്തു. സോ 1 2 3 4 ട്രപ്പീസിയം ഉണ്ട്. ആദ്യം ട്രപ്പീസിയം നമ്പർ 1ഉം 2ഉം കൺസിഡർ ചെയ്യാം. നമുക്ക് OQ 8 സെൻറ്റിമീറ്റർ ആണെന്ന് ഒരു കണ്ടീഷൻ മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 1ഉം 2ഉം ഈക്വൽ ആണ് അല്ലേ. ഈ രണ്ട് ട്രപ്പീസിയംസ് ആർ ഈക്വൽ. ദീസ് 2 ട്രപ്പീസിയംസ് ആർ ഈക്വൽ. സോ അതൊരു ഈ കേട്ടോ. അപ്പോൾ ഈ ഒരു OP എന്ന് പറയണതും PQ എന്ന് പറയണതും ഈക്വൽ ആയിരിക്കും. രണ്ട് ട്രപ്പീസിയം ഈക്വൽ ആയതുകൊണ്ട് OPയും PQയും ഈക്വൽ ആയിരിക്കും. സോ ഇത് OQ 8 ആയതുകൊണ്ട് ഇവിടെ 4 ഇവിടെ 4 ആവും അല്ലേ. അപ്പോൾ ഈ വലിയ സൈഡ്, ഒരു ട്രപ്പീസിയത്തിൻ്റെ വലിയ സൈഡ് എന്തായി 4 ആയി. ഈ ട്രപ്പീസിയത്തിൻ്റെ വലിയ സൈഡ് എന്തായി 4 ആയി. അതുപോലെ തന്നെ ഇത് രണ്ടും ഈക്വൽ ആയപ്പോൾ 4ഉം ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഓരോ ട്രപ്പീസിയത്തിൻ്റെയും വലിയ സൈഡ് 4 ആണ്. അപ്പോൾ ഈ സൈഡും എന്തായി 4 ആയി മാറി. ദെൻ ഈ ഒരു UW എന്ന് പറയുന്ന സൈഡും എന്താണ് 4 സെൻറ്റിമീറ്റർ ആയി മാറി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിച്ച് തുടങ്ങാം. ഈ ഒറിജിൻ O എന്ന പോയിന്റിൽ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 0 0. ദെൻ P എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയായിരിക്കും? ഇറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിനിൽ നിന്നും 4 സെൻറ്റിമീറ്റർ ദൂരത്തിലാണ് P കിടക്കണം അല്ലേ. നമ്മൾ കണ്ടുപിടിച്ചു 8ൽ നിന്നും ഇതും പകുതി ആകുമ്പോൾ ഇവിടെ 4 ആണെന്ന്. സോ എക്സ് കോർഡിനേറ്റ് വിൽ ബി Pൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണ് 4 വരും. അത് എക്സ് ആക്സിസിലാണ് കിടക്കുന്നത് അല്ലേ. എക്സ് ആക്സിസിൽ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ Y കോർഡിനേറ്റ് എന്താണ്? ദാറ്റ് വിൽ ബി 0. ഇനി നമ്മൾ അടുത്ത് കൺസിഡർ ചെയ്യാനുള്ളത് Q ആണ്. Q 8 സെൻറ്റിമീറ്റർ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. സോ എക്സ് കോർഡിനേറ്റ് എന്ത് വരും? 8. Y കോർഡിനേറ്റ് ഇസ് 0. സോ അത് എക്സ് ആക്സിസിലുള്ളത് കൊണ്ട് Y കോർഡിനേറ്റ് എന്താണ്? ദാറ്റ് ഇസ് 0. ഇനി നമുക്ക് R കണ്ടുപിടിക്കാം. R ഇറ്റ് ഇസ് എക്സ് കോർഡിനേറ്റ് എന്ത് വരും? ഇങ്ങോട്ട് താഴത്തേക്ക് വരുമ്പം 8 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത് അല്ലേ ആറിൻ്റെ എക്സ് കോർഡിനേറ്റ്. ആൻഡ് Y കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇത്രയും ദൂരം അല്ലേ. ഇവിടെ ഈ ഒരു ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ലെങ്ത് തന്നെയാണ് ഇതും. QR അതായത് 4. അപ്പോൾ എക്സ് കോർഡിനേറ്റ് വന്നിട്ട് 8ഉം Y കോർഡിനേറ്റ് 4ഉം ഇത്രയും ഡിസ്റ്റൻസിലാണ് R കിടക്കണം അല്ലേ. എക്സിൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസ്. സോ എക്സ് ആക്സിസിലോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ദാറ്റ് ഇസ് Q എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്ററിലാണ്. സോ 8 ആണ് എക്സ് കോർഡിനേറ്റ്. ഇനി R എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ പെർപെൻഡിക്കുലർ പോകുന്ന സമയത്ത് ഇത്രയും ഡിസ്റ്റൻസ്, ഈ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് ഇതും QR എന്ന് പറയുന്നത്. സോ അത് 4 ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. സോ 8 4 ആണ് Rൻ്റെ കോർഡിനേറ്റ്സ്. ഇനി നമ്മൾ എസ് ലാസ്റ്റ് കണ്ടുപിടിക്കാം. Tയിലോട്ട് പോവാം. ടി എന്ന് പറയണത് ഇവിടെ നിങ്ങളുടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ അതെവിടെ പോയി ടച്ച് ചെയ്യും? സോ ഇവിടെ നിങ്ങളൊരു വരയ്ക്കുകയാണെങ്കിൽ ഈ P എന്ന് പറയണത് 4 ആണല്ലേ. അപ്പോൾ ഈ ടീൻ്റെ എക്സ് കോർഡിനേറ്റ് 4 എന്ന് നമുക്ക് കിട്ടി. എക്സ് കോർഡിനേറ്റ് Pയിൽ 4 ആണ്. 0 to P എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 ആണ് എക്സ് കോർഡിനേറ്റ്. ഇനി ഇത്രയും ദൂരമാണ് നമുക്കറിയേണ്ടത്. അതും 4 തന്നെയല്ലേ. ഇതേ സെയിം ദൂരമാണ് ഇവിടെയും അല്ലേ. ദാറ്റ് ഈസ് Y കോർഡിനേറ്റ് ഈസ് ആൾസോ 4. അപ്പോൾ ടീൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? 4 4. ഇനി U കണ്ടുപിടിക്കാം. U എന്ന് പറയണത് നമ്മൾ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ഈ OPനെ ബൈസെക്റ്റ് ചെയ്യും. സോ ഇവിടെ 2 ഇവിടെ 2 ആവും. ശരിയല്ലേ? ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ ഭാഗവും 2 ആയി മാറും. ഓക്കെ, ഇത്രയും ദൂരം ഇവിടെ 2 ഇവിടെ 2 ആയി മാറും. ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ മനസ്സിലായോ? അപ്പോൾ U എന്ന് പറയണത് ഈ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നത് എത്രയാ? ഇത്രയും ദൂരം അല്ലേ. 2 ആണ്. CO to ദിസ് പോയിന്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്തായി? 2 ആയി. ഇനി ഈ ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെയും എന്താണ്? ദാറ്റ് ഇസ് 2. അപ്പോൾ U എന്ന് പറയണത് 2 2 ആണ്. U എന്ന് പറയണത് 2 2. ഓക്കെ, കിട്ടിയോ? അപ്പോൾ അതൊക്കെ ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടും. V എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ആക്സിസിലോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അതെവിടെ ടച്ച് ചെയ്യണേ? ഇറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ ഫ്രം ഒറിജിൻ അല്ലേ. 4 ആണ് ഇത്രയും ദൂരം. OP എന്ന് പറയണത് OQ 8 ആണ്. അതിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് OP അല്ലേ. 2 ആയി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് 4 ആയി മാറി. അപ്പോൾ
വി എന്ന് പറയുന്നത് എവിടെ ടച്ച് ചെയ്യുന്നു? എക്സ് ആക്സിസിൻ്റെ 4. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 4ഉം ഇനി ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു അല്ലേ? 2 ആണ്. വൈ ആക്സിസിൽ ഇത്രയും ഡിസ്റ്റൻസ് 2 ആണ്. സോ 4, 2. 4, 2 ഈസ് ദ വി കോർഡിനേറ്റ്. 4, 2. ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കാനുള്ളത്? ഡബ്ല്യു എന്ന് പറയണത് ഈ ഒരു ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഈ ഒരു പി ക്യൂനെ ബൈസെക്ട് ചെയ്യും അല്ലേ? 2 ആയി ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ ടോട്ടൽ ഒ പി എന്ന് പറയണത് 4ഉം പിന്നെ പി തൊട്ടിട്ട് ഈ ഒരു പോയിന്റ് എ എന്ന് കൊടുക്കാം. ഐ എം വെരി സോറി, അത് പെട്ടെന്ന് ക്യാമറ ഓഫായി പോകുമ്പം ഹോമിലോട്ട് പോകുന്നതാണ്. ഐ എം വെരി സോറി. സോ ഇവിടെ ഒ പി എന്ന ഡിസ്റ്റൻസ് 4ഉം പിന്നെ ഇവിടെ ഓൾറെഡി 4 ആണല്ലോ, അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഭാഗം എന്തായി? 2 ആയി. അപ്പോൾ 4 + 2 6. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എന്ത് വരും? 6 എന്ന് വരും അല്ലേ? അപ്പോൾ ഈ ഡബ്ല്യുവിൻ്റെ എക്സ് കോർഡിനേറ്റ് 6 എന്ന് കിട്ടി. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇത്രയും ദൂരമാണ് അല്ലേ? ഇതാണ് ഡബ്ല്യുവും പോകുന്ന സ്ട്രൈറ്റ് ലൈൻ. സോ ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ 2 ആണെന്ന് ഓൾറെഡി ഇവിടെയും ഈ ഭാഗത്തൊക്കെ കണ്ടുപിടിച്ചു. സോ 6, 2 ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഡബ്ല്യു. ഡബ്ല്യുവിൻ്റെ കോർഡിനേറ്റ്സ് എന്ത് വരും? 6, 2. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എസ് ആണ് അല്ലേ? അപ്പം സ്ട്രൈറ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിൽ എവിടെ തട്ടുന്ന? എക്സ് ആക്സിസിൽ 6ലും ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? 4. അപ്പോൾ 6, 4 ഈസ് ദ എസ് കോർഡിനേറ്റ്. ഓക്കെ, ഓൾ ഓഫ് യു ഗെറ്റ് മീ? ഓക്കെ. സോ ദീസ് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദാറ്റ് ട്രപ്പീസിയം. ഓക്കെ, ആ ഒരു 4 ട്രപ്പീസിയത്തിൻ്റെയും 4 വേർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ഈ കാണുന്നതല്ല നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, മൂവിങ് ടു ദി നെക്സ്റ്റ് പ്രോബ്ലം. ഇൻ ദ പിക്ചർ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് ദ ഒറിജിൻ ആൻഡ് എ ബി ആർ ദ പോയിൻറ്റ്സ് ഓഫ് ദ സർക്കിൾ. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ ആൻഡ് ബി. ഈ പിക്ചറിൽ വളരെ എളുപ്പമാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിനെ റിലേറ്റ് ചെയ്ത പോലത്തെ ഒരു പ്രോബ്ലമാണിത്. സോ ഈ പിക്ചറിൽ എൻ്റെയും ബിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നമ്മൾ എന്തൊക്കെ തന്നിട്ടുള്ളൂ? ഒ എ എന്ന് പറയണത് റേഡിയസ് 2 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? പിന്നെ ഇത് ഒറിജിൻ ആണ്, ഒ ഈസ് ദ ഒറിജിൻ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു 30 ഡിഗ്രിയും മാർക്ക് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? സോ ഐ ജസ്റ്റ് ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം ഹിയർ. സോ ഐ ഗെറ്റ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 90, 60, 30 അങ്ങനെ കിട്ടി. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഈസ് ദ 2. ഹൈപ്പോട്ടന്യൂസിൻ്റെ ഹാഫ് ആയിരിക്കും എന്ത്? ബേസ്. ദാറ്റ് വിൽ ബി 1. സോ ഇവിടെ ഞാൻ സി എന്ന് പേര് കൊടുത്തു. ഒ സി എന്തായിരിക്കും? ഒ സി ഓൾട്ടിറ്റ്യൂഡാണ്. ഓൾട്ടിറ്റ്യൂഡ് വിൽ ബി ബേസ് ഇൻറ്റു √3. അതായത് 1 × √3 ദാറ്റ് ഈസ് √3. ബേസ് എന്താണ്? √3 എന്ന് കിട്ടി. അപ്പോൾ എ സി എന്ന ഹൈറ്റ് 1ഉം ഒ സി എന്ന ഡിസ്റ്റൻസ് √3 എന്ന് കിട്ടി. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ഒ സിയിലാണ് എക്സ് ആക്സിസ് ടച്ച് ചെയ്യണം അല്ലേ? സോ ദാറ്റ് ഈസ് √3, 1. √3, 1 വിൽ ബി ദ കോർഡിനേറ്റ്സ് ഓഫ് എ. ഓക്കെ, ഇനി ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ ഞാൻ ഡി എന്ന് പേര് കൊടുത്തു. സോ ഇതൊരു പെർപെൻഡിക്കുലർ വരച്ചു. ബിയിൽ നിന്നും എക്സ് ആക്സിസിലോട്ട് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു. സോ ഞാൻ അതിനെ ഡി എന്ന് പേര് കൊടുത്തു. കൺസിഡർ ദ ട്രയാങ്കിൾ DOB എന്ന റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഇനി ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ ഇത് ടോട്ടൽ 180 ആയിരിക്കും അല്ലേ? സെമി സർക്കിളിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? 180, റൈറ്റ്? യു നോ ദാറ്റ്. അപ്പോൾ ഇവിടെ 30 ആണെന്നും ഇവിടെ 90 ആണെന്നും തന്നിട്ടുണ്ട്. ഇവിടെ 90, ഇവിടെ 30. അപ്പോൾ ബാക്കി 180 - 90 + 30 എത്രയാണ്? ദാറ്റ് ഈസ് 60. ഇവിടെ എത്രയെന്ന് കിട്ടി? 60. ഇവിടെ 90യും ഇവിടെ 90യും ഇവിടെ 60യും ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി 30. അപ്പോൾ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി വിത്ത് ആംഗിൾസ് 90, 60 ആൻഡ് 30 അല്ലേ? അപ്പോൾ ഈ ഒരു റേഡിയസ് 2 ആണെങ്കിൽ ഇവിടെയും റേഡിയസ് എത്രയായിരിക്കും? 2. അവിടെയും ഹൈപ്പോട്ടന്യൂസ് 2 ആണ്. സോ ബേസ് വിൽ ബി ഹാഫ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ്. സോ 1 എന്ന് കിട്ടി. ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? √3 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ആക്സിസിൽ ഈ 0യിൽ നിന്നും ഓക്കെ ഇത് 2, ഇവിടെ 60 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് 90 ഡിഗ്രി. ഇനി ഈ ഹൈപ്പോട്ടന്യൂസ്
60 and 30 ഡിഗ്രി ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസിൻ്റെ ഹാഫ് ആയിരിക്കും എന്ത് ബേസ്. ഹൈപ്പോട്ടന്യൂസ് 2 ആണെങ്കിൽ ബേസ് 1. സോ ഒയിൽ നിന്നും ഡിയിലോട്ടുള്ള ഡിസ്റ്റൻസ് 1. ഓക്കെ, അപ്പോൾ എക്സ് കോർഡിനേറ്റ് കിട്ടി, ദാറ്റ് ഇസ് -1 അല്ലേ. ഇങ്ങോട്ടല്ലേ, സീറോയിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേട്ടല്ലേ പോയിരിക്കുന്നത്. ഓക്കെ, ഇനി സി ഡി എന്ന ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് കിട്ടും. സോ ആൾട്ടിറ്റ്യൂഡ് വിൽ ബി ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബേസ് വിത്ത് പ്രൊഡക്റ്റ് ഓഫ് ബേസ് വിത്ത് √3. √3യുടെ √3 കൊണ്ട് ബേസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റാണ് എന്ത്, ഓൾട്ടിറ്റ്യൂഡ്. സോ 1 × √3 ദാറ്റ് ഇസ് √3. അപ്പോൾ -1 √3 ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി. എയിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരുന്നു, √3 1. √3 1 is the coordinate of A and -1 √3 is the coordinates of B. Okay, all of you get me? This is the class for today, and if you have any doubt, you just call me or message me. I will reply. See you in the next class. Till then, bye.